വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ രാജ്യമെങ്ങും പ്രതിഷേധം ശക്തമാവുകയാണ്. മതേതര കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായാണ് വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്നത്. രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങളുടെ അവകാശത്തെ ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ നിയമ ഭേദഗതിക്കെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. ഇതിന്റെ ആദ്യപടിയായി കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളെയും ഒന്നിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് നാളെ പ്രതിഷേധ റാലി നടത്തും. രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ജനലക്ഷങ്ങൾ റാലിയിലേക്ക് ഒഴുകിയെത്തും. റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വഖഫ് സംരക്ഷണത്തിനായി പ്രവാസ ലോകത്തും വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. നാളെ വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പഞ്ചാബ് PCC പ്രസിഡന്റും ലോക്സഭാംഗവുമായ അമരീന്ദർ സിംഗ് രാജാവ് വാറിംഗ് മുഖ്യാതിഥിയായിരിക്കും. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പാർലമെന്റിൽ ശക്തമായി വാദിച്ച MP-മാരിൽ പ്രധാനിയാണ് അമരീന്ദർ സിംഗ്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് KM ഖാദർ മൊയ്തീൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് MP-മാർ, ദേശീയ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കും. ഭരണഘടന രാജ്യത്തിന്റെ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ പാസാക്കിയത്. ജനത്തെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ട് നടത്തിയ ഈ നിയമനിർമ്മാണത്തെ പ്രതിപക്ഷം കരുത്തോടെ നേരിട്ടെങ്കിലും ഇരു സഭകളും ബിൽ പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ വഖഫ് ഭേദഗതി നിയമമായി മാറിയിരിക്കുകയാണ്. എങ്കിലും ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. BJP-യുടെ ഫാസിസ്റ്റ് നിലപാടുകളും മുസ്ലിം വിരുദ്ധ നീക്കങ്ങളും കടുത്ത രീതിയിൽ വിമർശിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും രാജ്യമെമ്പാടും ഉയർന്നു വരുന്നുണ്ട്. ഫലസ്തീൻ വിഷയത്തിലും പൗരത്വ നിയമം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെയും അതിശക്തമായ പോരാട്ടം മുമ്പ് രാജ്യം കണ്ടതാണ്. മതത്തിന്റെ പേരിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള BJP-യുടെയും കേന്ദ്ര സർക്കാരിന്റെയും നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകാൻ അന്ന് ആളിക്കത്തിയ പ്രതിഷേധങ്ങൾക്ക് സാധിച്ചിരുന്നു. ആ സമരത്തെ പോലും മറികടക്കുന്ന അതിശക്തമായ പ്രതിഷേധങ്ങളെയാണ് വഖഫ് വിഷയത്തിൽ BJP നേരിടേണ്ടി വരിക. ലക്ഷങ്ങളെ അണിനിരത്തി മുസ്ലിം ലീഗ് കോഴിക്കോട് നടത്തുന്ന പ്രതിഷേധ റാലി രാജ്യവ്യാപക ശ്രദ്ധ നേടുമെന്നതിൽ സംശയമില്ല. മുമ്പ് പൗരത്വ വിഷയത്തിലും സംസ്ഥാന സർക്കാരിന്റെ വഖഫ് ബില്ലിൽ പ്രതിഷേധിച്ചും ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലും കോഴിക്കോട് കടപ്പുറത്ത് നടന്ന ലീഗിന്റെ സമര പോരാട്ടങ്ങൾ ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ്. അതിനെയും മറികടക്കുന്ന ജനസാഗരമാകും നാളെ കോഴിക്കോട്ടേക്ക് ഒഴുകിയെത്തുക.